ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം കോഴിക്കോട്ട് കടൽ ഉൾവലിഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കടൽ പൂർവ്വസ്ഥിതിയിലായില്ല. കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ഇതുണ്ടാകാറുണ്ടെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. രാത്രി 10 മണിക്ക് ശേഷമാണ് കോഴിക്കോട്ടെ കടൽ ഈ രീതിയിൽ ഉൾവലിഞ്ഞതായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കാണുന്ന ചെളി നിറഞ്ഞ ഈ ഭാഗം വരെ ഏകദേശം കടൽ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ രീതിയിൽ തന്നെ പിറകിലോട്ട് കടൽ ഉൾവലിഞ്ഞു എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഇവിടെ നിന്ന് തീരത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷെ കണ്ണുകൊണ്ട് അത്ര വേഗത്തിൽ പെട്ടെന്ന് കാണാൻ കഴിയാത്ത അത്രയും ദൂരത്തേക്ക് കടൽ പോയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം കടൽ ഉൾവലിഞ്ഞു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ചില അവശിഷ്ടങ്ങളൊക്കെ, കടലിലുണ്ടാവുന്ന ചെളി നിറഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇങ്ങനെ ഉൾവലിയാനുള്ള കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. സാധാരണഗതിയിൽ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഋതുക്കളുടെ മാറ്റം അനുസരിച്ചൊക്കെ ഈ രീതിയിൽ പ്രതിഭാസങ്ങൾ, ഉൾവലിയുന്ന പ്രതിഭാസമൊക്കെ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട്. നേരത്തെ കാപ്പാട് നമ്മൾ ഇങ്ങനെ കണ്ടതാണ്. ഇവിടെ കോഴിക്കോട് സൗത്ത് ബീച്ചിലടക്കം നേരത്തെയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ ഉണ്ടാവലുണ്ട്. ഇന്ന് കുറച്ച് അധികം വലുപ്പത്തിൽ പറഞ്ഞാൽ ആൾമോസ്റ്റ് 1.5 കിലോമീറ്റർ ഉള്ളിൽ കടൽ കയറി നമുക്ക് കാണാൻ സാധിച്ചു. കടൽ സമ്പൂർണ്ണ നിശ്ചലമായി, ചെളി മാത്രം. നാളെ രാവിലെ കടൽ ക്ലീൻ ആയിരിക്കും. യെസ്, നേരത്തെ ഉണ്ടായപ്പോൾ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. ഇല്ല, ഈ രീതിയിലത്തെ പ്രവർത്തനം കടലിന്റെ ഉണ്ടാവലുണ്ട്. ഇത് സുനാമിന്റെ തർക്കമൊന്നുമില്ല. ഇത് കുറെ സമയം നമ്മൾ 1 മണിക്കൂറായി ഇവിടെ വന്നിട്ട് അപ്പോഴാണ് കണ്ടത്. അതായത് ഇത്ര തന്നെ ആ സമയത്ത് പോയിട്ടുണ്ട്. അല്ല, അതിപ്പോ കുറച്ച് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. വന്നപ്പോ അത്രയല്ലേ ഇനി ആദ്യമായിട്ടാ കാണുന്നത് ഇവിടെ. ഞങ്ങളിങ്ങനെ ന്യൂസ് കണ്ട് അറിഞ്ഞിട്ട് വന്ന എന്താന്നുള്ളത് ഒന്നും കൂടുതൽ വിവരം അറിയില്ല. ന്യൂസ് കണ്ടിട്ട് നോക്കാൻ വന്നത്. അതെ 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 ആദ്യമായിട്ടാണ് കുറെ സമയമായിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി. ആ സമയം മുതലേ ഇത് ഇത്രയും പിന്നോട്ട് പോയിരുന്നോ? പോയി, പിന്നെ ഇടക്കിടക്ക് ചെറുങ്ങനെ കാര്യം വരുന്നുണ്ടായിരുന്നു. നേരത്തെ കുറച്ച് ഇങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നു തിര, പിന്നെ ഇപ്പൊ തീരെ കാണാത്ത പോലെ അങ്ങനെ ആയത്. അതെ, ഫസ്റ്റ് ടൈമാണ്. ഇതിൽ പലരും, ഇവിടെ ഉള്ള പലരും ഒക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ പ്രതിഭാസം കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഇങ്ങനെ ഉണ്ടായതോടു കൂടി പലരും പേടിച്ച്, ഫാമിലി ആയിട്ടൊക്കെ വന്ന ആളുകളൊക്കെ ഉള്ളിൽ ചില ഭയം കൊണ്ടൊക്കെ ഇവിടുന്ന് പോയതായിട്ട് ഇവിടെയുള്ള പലരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായതറിഞ്ഞ് ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരിഭ്രാന്തരാകേണ്ട സാഹചര്യമല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു അപൂർവ പ്രതിഭാസമാണ് എന്ന് പറയുകയും ചെയ്യാം. നേരത്തെ ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ദൂരം കടൽ ഉൾവലിയുന്നൊരു സ്ഥിതിവിശേഷം മുൻപെങ്ങും കോഴിക്കോട് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ആദ്യം നമ്മുടെ ചെറുപ്പത്തിലേ ഉണ്ടാവേണ്ട സംഗതിയാണ്. പണ്ട് ചെളി ഇങ്ങനെ വന്നിരിക്കൂ, ആ ചെളിയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് തേക്കുന്ന പണിയാണ് അടുപ്പിനൊക്കെ മുമ്പ്. ഇത് സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറെ കൊലത്തിലായിരിക്കും, കുറച്ചും കൂടെ കൂടും. തിരിച്ചു വരുമ്പോൾ വെള്ളം കയറും ഏതെങ്കിലും? വെള്ളമൊന്നും കയറില്ല, ഒന്നും കയറില്ല. ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല ആയിരിക്കും. ഇത് ഓരോ വർഷം കൂടുമ്പോൾ ഇങ്ങനത്തെ ഉണ്ടാവില്ലേ? ഓരോ വർഷം കൂടുമ്പോൾ ചേറ് മാത്രം ഉണ്ടാവുള്ളൂ. ചേറ് മാത്രം ഉണ്ടാവില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അതുണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ചേറുണ്ടാവുമ്പോൾ ഉണ്ടാവും. ചേറ് വരുമ്പോഴാണ് കടലിങ്ങനെ ശാന്തമായിട്ട് കിടക്കല്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈമിലേ ഉണ്ടാവുള്ളൂ. ഈ 2-3 മാസത്തിൻ്റെ ചിങ്ങകഞ്ഞി മാസത്തിലാണ് അത് ഉണ്ടാവല്. ആ ടൈമാണ് ഉണ്ടാവുന്നത്. നമ്മൾ കുറേ കാണുന്നതാണ്. വെയിൽ കയറുമ്പോൾ മാത്രം മറ്റേ ചളി കാണൂല, ഇറക്കാകുമ്പോൾ മാത്രം ചളി ഇങ്ങനെ കണ്ടും കൊണ്ട് നിൽക്കും. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക്, സാധാരണഗതിയിലേക്ക് കടൽ മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണുകൊണ്ട് കടൽ കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലേക്ക് ഈ പ്രതിഭാസം എന്തായി തീരും, പൂർവ്വസ്ഥിതിയിലേക്ക് കടൽ മാറുമോ എന്നൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ജോം ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.